അവർക്കുള്ള സുരക്ഷാ ഭീഷണി ഒരു ഭാഗത്ത്, അവരുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യത്തിന് വരുന്ന തടസ്സങ്ങൾ മറുഭാഗത്ത്, അതോടൊപ്പം തന്നെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ മറുഭാഗത്ത്. ഇതാണ് ഒരു അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ. അത് മറ്റുള്ളവർക്ക് അതിന്റെ എല്ലാ പ്രത്യാഘാതവും നൽകാൻ വിടുകയും തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ പൂർണ്ണമായ അർത്ഥത്തിൽ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന അതുതന്നെയാണ് ഈ ഒരു യുദ്ധത്തിന്റെ ഘട്ടത്തിലും നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. ശരി, MCA തുടരൂ. ബഹ്റൈനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി വേണം. ബഹ്റൈനിൽ വീണ്ടും ജാഗ്രതാ നിർദ്ദേശം, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. MCA തുടരുന്നുണ്ട്. MCA, വീണ്ടും ബഹ്റൈൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അറ്റാക്കിനുള്ള സൂചനകളാണോ ഈ നിർദ്ദേശങ്ങളിൽ ഉള്ളത്? ഏത് തരത്തിലുള്ള ഒരു പ്രിക്കോഷൻസ് നടപടികളൊക്കെ അവിടെ എടുക്കുന്നുണ്ട്? സൈഫുദ്ദീൻ, ബഹ്റൈൻ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം കൂടിയാണ്. അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം നിലയുറപ്പിച്ചിരിക്കുന്നത് ബഹ്റൈനിലെ ജുഫൈറിലാണ്. അവിടെ തന്നെ കഴിഞ്ഞ ദിവസം ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ അവിടെ ആക്രമണം ഉണ്ടായിരുന്നു. ആ പ്രദേശത്ത് നിന്ന് സിവിലിയൻ സമൂഹത്തെ പരമാവധി ഒഴിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പിന്നീട് ചില ഈ അമേരിക്കൻ പൗരന്മാരും മറ്റും താമസിക്കുന്ന ഹോട്ടലിന് നേരെ ആക്രമണം നടന്നു. ആ ആക്രമണങ്ങളൊക്കെയും പ്രതിരോധിക്കുന്നതിൽ ബഹ്റൈൻ പ്രതിരോധ മന്ത്രാലയം വലിയ നിർണായകമായിട്ടുള്ള വിജയം നേടി. പക്ഷെ നിരന്തരമായിട്ട് വീണ്ടും ബഹ്റൈനെതിരായിട്ടുള്ള റോക്കറ്റ് ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ മിസൈൽ ആക്രമണങ്ങളും തുടരുന്നു. അതൊക്കെയും പരമാവധി ബഹ്റൈൻ തങ്ങളുടെ ശക്തി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങളോട് പരമാവധി ജാഗ്രത പുലർത്താനും അതോടൊപ്പം തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ തങ്ങാനും ഇത്തരം ആക്രമണങ്ങൾ നടന്ന പ്രദേശത്തേക്ക് ഒരിക്കലും വരരുതെന്ന് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ബഹ്റൈൻ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബഹ്റൈനിലേക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം കുവൈത്തിലും ബഹ്റൈനിലും ഖത്തറിലുമൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നത്. പക്ഷെ നിരന്തരമായി ഈ ആക്രമണ പരമ്പരകൾ തുടരുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പോലും പരോക്ഷമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ശരി, എന്തായാലും അങ്ങേയറ്റം ആശങ്കാജനകമായ സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് പശ്ചിമേഷ്യ ഒന്നാകെ കടന്നു പോകുന്നത്. ഈ ആക്രമണം, യുദ്ധം തുടങ്ങി 4ാം നാളിലും ഇത് അവസാനിക്കുന്നതോ അല്ലെങ്കിൽ സമവായത്തിൻ്റെയോ അനുനയത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ ഒരു വഴികളും തുറക്കുന്നില്ല എന്നുള്ളതാണ്